Hello students, so our topic for the day is simplification of context-free grammar. Okay, എന്താണ് നമ്മൾ പഠിച്ചു എന്താണ് context-free grammar? We solved a lot of problems on context-free grammar. Now we are going to see how we can simplify a context-free grammar. Okay, ഇതെന്താണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? Simplification of context-free grammar എന്ന് പറയുമ്പോൾ ഇത് basically it can be done in 3 steps. One is the reduction of context-free grammar. The second one is the elimination of unit productions. And the third one is the elimination of null production. Okay. So here, sometimes all the production rules and symbols are not required for the derivation of string. Okay. ഇപ്പോൾ ഞാനൊരു സ്ട്രിങ് പറയാണ് AAA. ഓക്കെ, ഈ AAA എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് ഡിറൈവ് ചെയ്യാനായിട്ട് എനിക്ക് പ്രൊഡക്ഷൻ റൂളിലത്തെ എല്ലാ ഡെറിവേഷൻസും എനിക്ക് ആവശ്യം വരില്ല. എനിക്ക് ചില ഡെറിവേഷൻസ് ഒക്കെ വേണ്ടാത്തതുണ്ടായിരിക്കും. ഇപ്പോൾ എ പ്രൊഡ്യൂസസ് AAA ഫോർ എക്സാമ്പിൾ എൻ്റെ AAA എന്നുള്ളൊരു സ്ട്രിങ് ആണ് ഞാൻ എടുക്കുന്നത് എങ്കിൽ ഓക്കെ, എനിക്കിപ്പോൾ ഒരു പ്രൊഡക്ഷൻ റൂൾ ഉണ്ട് വേർ സി ഗിവ്സ് സ്മോൾ സി. ഓക്കെ, ഇങ്ങനൊരു പ്രൊഡക്ഷൻ റൂള് എൻ്റെ ഗ്രാമറിൽ ഉണ്ടെങ്കിൽ എനിക്ക് ഈ പ്രൊഡക്ഷൻ റൂളിനെ എലിമിനേറ്റ് ചെയ്യാം. വൈ? ബിക്കോസ് എൻ്റെ പർട്ടിക്കുലർ ഡിറൈവ് ചെയ്യണ സ്ട്രിങ്ങിൽ സി എവിടെയും വരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യമില്ലാത്ത യൂസ്ലെസ് സിമ്പിൾസ്, ഇത് നമുക്ക് 2 ടൈപ്പ് ഓഫ് സിമ്പിൾസ് ഉണ്ട്, യൂസ്ലെസ് സിമ്പിൾ ആൻഡ് യൂസ്ഫുൾ സിമ്പിൾ. അപ്പോൾ എനിക്ക് യൂസ്ലെസ് ആയിട്ടുള്ള സിമ്പിളുകളെ അല്ലെങ്കിൽ എനിക്ക് സ്റ്റാർട്ട് സ്റ്റേറ്റിൽ നിന്ന് റീച്ചബിൾ അല്ലാത്ത സിമ്പിളുകളെ എനിക്ക് എലിമിനേറ്റ് ചെയ്യാം. അതിനെയാണ് ഞാൻ പറയുന്നത് എന്ത്, റിഡക്ഷൻ ഓഫ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന്. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് ദി എലിമിനേഷൻ ഓഫ് യൂണിറ്റ് പ്രൊഡക്ഷൻസ്. യൂണിറ്റ് പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം, എ ഡിറൈവ്സ് ബി. ഓക്കെ, അങ്ങനെ ഒരൊറ്റ നോൺ ടെർമിനലിൽ മാത്രം ഡിറൈവ് ചെയ്ത് വരണതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അങ്ങനത്തെ പ്രൊഡക്ഷനെയാണ് നമ്മൾ പറയുന്നത് യൂണിറ്റ് പ്രൊഡക്ഷൻ എന്ന്. യൂണിറ്റ് പ്രൊഡക്ഷൻ ഇസ് നത്തിങ് ബട്ട് എ നോൺ ടെർമിനൽ ഗിവിങ് അനദർ നോൺ ടെർമിനൽ എലോൺ. അതിനെയാണ് നമ്മൾ യൂണിറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. So you have to eliminate unit productions, and the next one is the elimination of null production. ചിലത് നമുക്ക് ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ S produces A, A or null എന്നുണ്ടാവും. ഓക്കെ, ആ null productionsനെ എലിമിനേറ്റ് ചെയ്യണതിനെയാണ് നമ്മൾ എന്ത് പറയണത്, എലിമിനേഷൻ ഓഫ് null production. ഇതിനൊക്കെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് ഫോളോ ചെയ്യാനുള്ളത്. I will get in detail to it. So first we'll learn about reduction of context free grammar. Okay, let's see how we can, I'll give you a grammar and let's see how we can reduce that grammar by just doing this step, reduction of context free grammar. Okay, let's see that. Okay, here in the reduction of context free grammar, in reduction of context free grammar we have 2 steps involved. Okay, ഫസ്റ്റ് വൺ ഇസ് ദി എലിമിനേഷൻ ഓഫ് യൂസ്ലെസ് സിമ്പിൾ. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പം എനിക്ക് ഡിറൈവ് ചെയ്യണ സ്ട്രിങ്ങിൽ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ടെർമിനൽ എനിക്ക് വരുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു AAA എന്നുള്ളതാണ് എനിക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. പക്ഷേ എൻ്റെ പ്രൊഡക്ഷൻ റൂളിൽ ഞാൻ ഗ്രാമറിൽ എഴുതിയിരിക്കുന്നത് ഒരു സി ഗീവ് സ്മോൾ സി. ഈ സ്മോൾ സി എന്ന് പറഞ്ഞ ടെർമിനലും കൂടി ഡിറൈവ് ചെയ്ത് വരുന്നുണ്ട് നോക്കിയോ എൻ്റെ പ്രൊഡക്ഷൻ റൂളിൽ. അപ്പോൾ ഇതൊരു യൂസ്ലെസ് സിമ്പിളാണ് അല്ലേ, എനിക്ക് ഡിറൈവ് ചെയ്ത് കിട്ടേണ്ട സ്ട്രിങ്ങിൽ എനിക്ക് സി വരുന്നില്ല. സോ സച്ച് പ്രൊഡക്ഷൻസ് ഷുഡ് ബി എലിമിനേറ്റഡ്. അതാണ് ഞാൻ പറഞ്ഞത്, എലിമിനേഷൻ ഓഫ് യൂസ്ലെസ് സിമ്പിൾ. നെക്സ്റ്റ് വൺ ഇസ് എലിമിനേറ്റിംഗ് ദ നോൺ റീച്ചബിൾ സ്റ്റേറ്റ്. അതായത് ഇപ്പം ഞാൻ എസ് എന്ന് പറഞ്ഞ സ്റ്റാർട്ട് സിമ്പിൾ വെച്ചിട്ടാണ് എപ്പോഴും എൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങുക അല്ലേ. എസ് പ്രൊഡ്യൂസേഴ്സ് എ ബി ഓർ എ, ഇങ്ങനെയാണ് നോക്കിയോ. എന്നിട്ട് എനിക്ക് ഇവിടെ ഒരു പ്രൊഡക്ഷൻ വരുന്നുണ്ട്, സി പ്രൊഡ്യൂസസ് സി എന്ന് പറഞ്ഞ എന്തെങ്കിലും പ്രൊഡക്ഷൻ വരുന്നുണ്ട് നോക്കൂ. ഇവിടെ എന്താ നോക്കൂ, എസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എനിക്ക് റീച്ചബിൾ ആയിട്ടുള്ളത് ആകെ എയിലും ബിയിലും മാത്രമാണ്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് റീച്ചബിൾ ഇൻ സി. ഓക്കെ, അങ്ങനത്തെ കേസസിൽ ഞാൻ എന്ത് ചെയ്യും, സ്റ്റാർട്ട് സ്റ്റേറ്റിൽ നിന്ന് റീച്ചബിൾ അല്ലാത്തതിൻ്റെ പ്രൊഡക്ഷനുകളെയും ഞാൻ എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, ഐ ക്യാൻ ഷോ ദാറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സാമ്പിൾ സോ ദാറ്റ് ഇറ്റ് വിൽ ബി മോർ ക്ലിയർ ടു യു. ഇത് വളരെ സിമ്പിളാണ്, ഞാനൊരു എക്സാമ്പിൾ വെച്ച് കാണിക്കാം. ഓക്കെ, let us take this example. S produces AA or BB or A or B. A produces AA or A. B produces BB. ഓക്കെ, ഇതിൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന സ്റ്റെപ്പാണ് റിഡക്ഷൻ ഓഫ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. ഓക്കെ, അപ്പോൾ റിഡക്ഷൻ ഓഫ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൽ ഇവിടെ നോക്കൂ,
എനിക്ക് ആദ്യം ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏതൊക്കെയാണോ ഈ ടെർമിനലുകൾ ഡിറൈവ് ചെയ്യണത് ആ പ്രൊഡക്ഷൻസ് എനിക്ക് അതേപോലെ തന്നെ കീപ്പ് ചെയ്യണം. അതല്ലാത്തത് മാത്രമേ എനിക്ക് റെഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് അല്ലാത്തത് എനിക്ക് എലിമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ചെറിയ ടെർമിനൽസ് ആണ് വരുന്നതെന്ന് വെച്ചാൽ ആ ടെർമിനലിലുള്ളത് അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ എനിക്ക് സ്ട്രിങ് ഡിറൈവ് ചെയ്യേണ്ട സ്ട്രിങ് ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ജസ്റ്റ് ഈ ഒരു ഗ്രാമറിനെ ഞാൻ റെഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, എസ് പ്രൊഡ്യൂസേഴ്സ് എ, ഇതാണ് എൻ്റെ ഗ്രാമർ. ഓക്കെ, എസ് പ്രൊഡ്യൂസേഴ്സ് എ എ. ഓക്കെ, ഇവിടെ വെച്ച് തുടങ്ങാം. എസ് പ്രൊഡ്യൂസേഴ്സ് എ ഉണ്ട്, എസ് പ്രൊഡ്യൂസേഴ്സ് ബി ഉണ്ട്. അതൊക്കെ എന്തായാലും നമുക്ക് സ്മോൾ ടെർമിനലുകളാണ് തരുന്നത്. അതുകൊണ്ട് നമുക്ക് അതൊക്കെ എന്തായാലും അങ്ങനെ തന്നെ എഴുതേണ്ടി വരും, എ ഓർ ബി. അതുപോലെ തന്നെ എ പ്രൊഡ്യൂസേഴ്സ് എ, ഈ ടെർമിനൽസ് തരുന്നത് നമ്മൾ അതേപോലെ തന്നെ എഴുതണം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കി നോക്കൂ, ഇനി എ പ്രൊഡ്യൂസ് എ എന്ന് പറയുന്നത് ഈ എനെ, അപ്പോൾ എ എന്നുള്ളത് നമ്മൾ എന്താ നോക്കുക, എക്ക് സ്മോൾ എ ഡിറൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. In that case, I can write this AA here. ഓക്കെ, എന്താ വെച്ചാൽ അത് ഡിറൈവബിൾ ആണ്. ഓക്കെ, എനിക്ക് ഫൈനലി ഒരു ടെർമിനലിലേക്ക് എനിക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതൊക്കെ ഞാൻ എഴുതി വെക്കണം. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, എസ് ഗിവ്സ് ബി ബി. അപ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടത്, ബി. ഇപ്പോൾ ഇത് മൂന്നെണ്ണം നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞിട്ട് ഇതൊന്നും റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, അതൊക്കെ അങ്ങനെ തന്നെ എഴുതണം. എ ഗിവ്സ് എ എന്നുള്ളതും എഴുതണം. ഓക്കെ, ഇവിടെ നോക്കൂ, ബി ഗിവ്സ് ബി ബി ആണ്. ഇവിടെ ബി നോക്കൂ, ബി എന്നിട്ട് നമുക്ക് എന്താ തരുന്നത്, നോൺ ടെർമിനൽ ബി ഈസ് അഗെയിൻ ഗിവിങ് ബി ബി. ഓക്കെ, അപ്പോൾ ഈ ബി വന്നു കഴിഞ്ഞാൽ എനിക്ക് ബി ബി പിന്നെയും വരുമ്പോൾ ഐ ക്യാൻ അഗെയിൻ റീപ്ലേസ് ബി ബി വിത്ത് ബി ബി. അഗെയിൻ വെൻ ഐ എം ഗെറ്റിംഗ് എ ബി ഐ വിൽ ഹാവ് ടു അഗെയിൻ റീപ്ലേസ് ദാറ്റ് വിത്ത് ബി ബി. ഇങ്ങനെ ഈ ബി 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 എന്നുള്ളത് റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ബി ഒരിക്കലും ഒരു ടെർമിനൽ സിമ്പലിനെ നമുക്ക് ഇവിടെ ഡിറൈവ് ചെയ്യാൻ പറ്റുന്നതായിട്ട് കാണിക്കുന്നില്ല, അല്ലേ? ബി ഒരിക്കലും ഒരു ടെർമിനലിനെ ഡിറൈവ് ചെയ്യുന്നില്ല, ലൈക്ക് എ ഇസ് ഡിറൈവിങ് എ. ഹെൻസ് ഇത് നമുക്ക് യൂസ്ലെസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷനാണ്. എന്ന് വെച്ചാൽ ഇത് ഒരിക്കലും നമുക്കൊരു ഈ സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും ഒരു ടെർമിനലിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഹെൻസ് നമുക്ക് ഈ ബി എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ പ്രൊഡക്ഷനിൽ. അപ്പോൾ ഈ ബി ഇത് ഇവിടെ എവിടെയൊക്കെയാണോ ബി വരണത് അതിനെല്ലാം നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എസ് ഗിവ്സ് എ കിട്ടി, ബി കിട്ടി, എ കിട്ടി. ഈ ഒരു സാധനം നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ബി ഈസ് നോട്ട് ഡിറൈവിങ് എ ടെർമിനൽ. എ ഗിവ്സ് എ അതൊക്കെ നമുക്ക് എഴുതാം, എ ഓർ എ ഐ ഹാവ് ഓൾറെഡി റിട്ടൺ. ഈ ഒരു പ്രൊഡക്ഷൻ നമുക്ക് എഴുതാൻ പറ്റില്ല. സോ മൈ റെഡ്യൂസ്ഡ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ഇസ് ദിസ്. Okay, I hope this is clear to you. I'll solve one more problem so that you will have more clarity on it. Okay, see here the next grammar is S produces AB or CA, B produces BC or AB, C produces AB or B, A produces A. Okay, ഇതിൽ എന്തൊക്കെയാണ് നോൺ റീച്ചബിൾ, നമ്മൾ യൂസ്ലെസ് ആയിട്ടുള്ള സിമ്പിളിനെ എലിമിനേറ്റ് ചെയ്യാണ് ഇപ്പോൾ ചെയ്യണത്. ഓക്കെ, നോൺ റീച്ചബിളിൻ്റെ സ്ഥലത്തേക്ക് ഞാൻ എത്തിയിട്ടില്ല, യൂസ്ലെസ് സിമ്പിളിനെ എലിമിനേറ്റ് ചെയ്യണം, അതാണ് നമ്മൾ ആദ്യം ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, എസ് പ്രൊഡ്യൂസസ് എ ബി. അപ്പോൾ എ നമ്മൾ നോക്കി, എ നോക്കുമ്പോൾ എ പ്രൊഡ്യൂസസ് എ ഉണ്ട്. ഓക്കെ, അത് പറ്റും, അപ്പോൾ അതുകൊണ്ട് അത് പറ്റും. ഇനി ബിയും കൂടി നോക്കണം. ബി നമുക്കൊരു ടെർമിനലിനെ ഒരിക്കലും ഡിറൈവ് ചെയ്യുന്നില്ല. ബി പ്രൊഡ്യൂസസ് ബി സി ഓർ എ ബി എന്നാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഈ ബി ഉള്ള ഒരു പ്രൊഡക്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് നോക്കൂ, സി നോക്കൂ, സി പ്രൊഡ്യൂസസ് എസ് പ്രൊഡ്യൂസസ് സി എ. ഓക്കെ, എ തരുന്നുണ്ട്, കുഴപ്പമില്ല. സി ആണെങ്കിലോ സി ബി തരുന്നുണ്ട്, സോ ദാറ്റ് ക്യാൻ ബി ഇൻക്ലൂഡഡ്, അല്ലേ? അപ്പോൾ നമുക്ക് ഈ പർട്ടിക്കുലർ ഗ്രാമറിൽ ഏതൊക്കെയാണ് യൂസ്ഫുൾ ഗ്രാമേഴ്സ് ആയിട്ട് വരിക? എസ് പ്രൊഡ്യൂസസ് സി എ, ബി വരില്ല, ബിയിലെ ഫുൾ നോൺ ടെർമിനൽസ് ആണ് വരുന്നത്, ടെർമിനൽ സിമ്പിൾ ഒന്നുമില്ല, അതുകൊണ്ട് ബീൻ്റെ ഒന്നും എഴുതാൻ പറ്റില്ല. സി പ്രൊഡ്യൂസസ് ബി മാത്രം എഴുതാം. ഈ ബി വരുന്നതെല്ലാം ഞാൻ എക്സ്ക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് സി പ്രൊഡ്യൂസസ് ബി എഴുതി, എ പ്രൊഡ്യൂസസ് എ. സി ഞാൻ ഇത്രയും വലിയൊരു ഗ്രാമറിനെ ഞാൻ ഇത്രയായിട്ട് റെഡ്യൂസ് ചെയ്തു. ഓക്കെ, ഇതെല്ലാം റീച്ചബിൾ ആണ്, ബിക്കോസ് നോക്കൂ, സി എ എന്ന് പറയുമ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. സി സ്റ്റാർട്ട് സിമ്പിൾ നിന്ന് സിയിലേക്കും എയിലേക്കും റീച്ചബിൾ ആണ്. ദാറ്റ്സ് വൈ ഐ ഹാവ് ഇൻക്ലൂഡഡ് സി ആൻഡ് എ ഹിയർ. ഓക്കെ, ഇവിടെ വേറെ ഡിന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് എലിമിനേറ്റഡ് ദാറ്റ്. ഓക്കെ, ഹിയർ ഇഫ് ഐ എം ഹാവിങ് ഡി പ്രൊഡ്യൂസേഴ്സ് സ്മോൾ ഡി, ഇങ്ങനെയായിരുന്നു നോക്കിയോ. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി വിൽ ബി ദെയർ ഇൻ ദ ഗ്രാമർ. ഇവിടേക്ക് വരുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ എഴുതും, ഡി പ്രൊഡ്യൂസേഴ്സ് സ്മോൾ ഡി എന്ന് എഴുതും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യും, എസ് പ്രൊഡ്യൂസേഴ്സ് സി എ ആണ്. ഓക്കെ,
അപ്പോൾ സിയും എയും മാത്രമാണ് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ നിന്ന് റീച്ചബിൾ. സോ ഐ വിൽ ജസ്റ്റ് കീപ് സി എ ആസ് സച്ച് ആൻഡ് ഐ വിൽ എലിമിനേറ്റ് ദിസ് സ്റ്റെപ്പ്. അപ്പോഴും ഈ 3 പ്രൊഡക്ഷൻസ് മാത്രമേ വരുള്ളൂ, ബിക്കോസ് I can include only the states that are reachable from the start state. Okay, so that is how you do it. I'll show you one more example which is a little different from this and which is a little more complicated, and then let's see if we can solve that. Okay, നമുക്ക് ഇവിടെ യൂസ്ലെസ് സിമ്പിൾസ് എലിമിനേറ്റ് ചെയ്യാം. S produces AC. A എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിറൈവിംഗ് എ ടെർമിനൽ A. Okay, that's fine. C is also deriving a terminal. Okay, so S produces AC can be written. S produces AC. Or B എന്നും കൂടി ഉണ്ട്. B നോക്കൂ, B it is not even mentioned in the production. So Bയിൽ എന്തൊക്കെ വരുന്നു ആ B എല്ലാം നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ S produces AC എഴുതി B എഴുതാൻ പറ്റില്ല. A produces A because it is definitely giving a terminal symbol. Capital C produces small c. ബി സി ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ബീൻ്റെ പ്രൊഡക്ഷൻ പോലും നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, ആൻഡ് ദെൻ ഇ പ്രൊഡ്യൂസസ് എ ഓർ ഇ. ഓക്കെ, ഇനി നോക്കൂ, നമ്മുടെ ഇത് കംപ്ലീറ്റ് ആയോ? നിങ്ങൾ നോക്കി പറയൂ, ഇതാണോ നമ്മുടെ റെഡ്യൂസ്ഡ്? ഇനി ഇത് ഫർദർ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഐ വോണ്ട് യു ടു ടെൽ മീ ഇഫ് വി ക്യാൻ റെഡ്യൂസ് ദിസ് ഫർദർ. ഇവിടെ ഇ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം എ ഓർ ഇ ബിക്കോസ് എ ഈസ് അഗൈൻ ഗിവിങ് എ ടെർമിനൽ ആൻഡ് ഈ ഇയും ടെർമിനലാണ്, അതുകൊണ്ട് നമ്മളത് അവിടെ വെച്ചു. ഓക്കെ, ഇനി എനിക്കിത് എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുക? ഹൗ ക്യാൻ ഐ ഫർദർ റെഡ്യൂസ് ഇറ്റ്? ഐ ക്യാൻ സിംപ്ലി എലിമിനേറ്റ് ദിസ് സ്റ്റെപ്പ്. ഈ ഒരു പ്രൊഡക്ഷൻ എനിക്ക് എലിമിനേറ്റ് ചെയ്യാം. വൈ? ബിക്കോസ് എൻ്റെ സ്റ്റാർട്ട് സ്റ്റേറ്റിൽ നിന്ന് എനിക്ക് എയും സിയും മാത്രമാണ് റീച്ചബിൾ അല്ലേ? അപ്പോൾ എയും സിയും മാത്രം ഞാൻ വെച്ചാൽ മതി. എനിക്ക് ഈ ഞാൻ സ്റ്റാർട്ട് സ്റ്റേറ്റിൽ നിന്ന് എനിക്ക് ഒരിക്കലും ഫ്രം എസ് ഐ ക്യാൻ നെവർ റീച്ച് ഇ, ആൻഡ് സോ ഐ നീഡ് നോട്ട് ഇൻക്ലൂഡ് ദാറ്റ് പ്രൊഡക്ഷൻ ഇ ഇൻ ദ ഗ്രാമർ. So I can simply eliminate that and reduce the grammar to just these three steps. So this is how you reduce the context-free grammar by eliminating the useless symbols and the non-reachable states. Okay. ഇനി ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത് എന്താണ്? നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ നമ്മൾ കഴിഞ്ഞു. സിംപ്ലിഫിക്കേഷൻ ഓഫ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിലെ ഫസ്റ്റ് സ്റ്റെപ്പ് വി ഹാവ് കംപ്ലീറ്റഡ്, വിച്ച് ഇസ് ദ റിഡക്ഷൻ ഓഫ് CFG, which has elimination of useless symbols and also non-reachable states. ഇത് രണ്ടും എലിമിനേറ്റ് ചെയ്യണമെന്ന് ഞാനിവിടെ കാണിച്ചു തന്നു. ഓക്കെ, നെക്സ്റ്റ് വി നീഡ് ടു ഡു എലിമിനേഷൻ ഓഫ് യൂണിറ്റ് പ്രൊഡക്ഷൻസ്. യൂണിറ്റ് പ്രൊഡക്ഷൻസ് എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത്. സോ ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദിസ്. Okay, now we have the elimination of unit productions. Unit productions എന്ന് പറയുമ്പോൾ നോക്കൂ, ഞാൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. S produces 0A or 1B or C. A produces 0S or 00. B produces 1 or A and C produces 01. ഇതാണ് ഞാൻ തന്നിരിക്കുന്ന കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. ഇതിൻ്റെ യൂണിറ്റ് പ്രൊഡക്ഷൻസ് എന്താണെന്ന് പറയുമോ? ഇതിലെ യൂണിറ്റ് പ്രൊഡക്ഷൻസ് നമുക്ക് വരുന്നത് ഏതാണ്? S produces C എന്ന് പറഞ്ഞൊരു യൂണിറ്റ് പ്രൊഡക്ഷൻ വരുന്നുണ്ട്. B produces A. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്ക് ഇതിൽ യൂണിറ്റ് പ്രൊഡക്ഷൻസ് ആയിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ നമ്മളിത് എങ്ങനെ എലിമിനേറ്റ് ചെയ്യും? S produces Cൻ്റെ അവിടെ Cൻ്റെ വാല്യൂ എന്താണ്? 01 ആയിട്ടുള്ളൊരു ടെർമിനലാണ് അത് ഡിറൈവ് ചെയ്യണത് അല്ലേ? അപ്പോൾ എനിക്ക് Cൻ്റെ അവിടെ 01 എന്ന് എഴുതിയാൽ പോരെ? അപ്പോൾ പിന്നെ എൻ്റെ ആ ഒരു ഇതെനിക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ലേ? S produces C എന്നുള്ളൊരു യൂണിറ്റ് പ്രൊഡക്ഷൻ എനിക്ക് എലിമിനേറ്റ് ചെയ്തൂടെ? ഇഫ് ഐ എം ഗിവിങ് 01 ഇൻ ദ പ്ലേസ് ഓഫ് C. ഓക്കെ, അതുപോലെ തന്നെ B produces A, അതൊരു യൂണിറ്റ് പ്രൊഡക്ഷനാണ്. എന്റെ വാല്യൂ എന്താണ്? 0S or 00. അപ്പോൾ എനിക്ക് ഈ എന്റെ അവിടെ അത് കൊടുത്താൽ പോരെ? സോ എനിക്ക് ഈ യൂണിറ്റ് പ്രൊഡക്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ എനിക്കിത് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? S produces 0A or 1B or Cൻ്റെ അവിടെ ഞാൻ 01 എന്ന് കൊടുക്കും, അതിൻ്റെ വാല്യൂ കൊടുക്കും. ഓക്കെ, ഇതാണ് ടെർമിനൽ അത് ഡിറൈവ് ചെയ്യണത്, അത് കൊടുത്തു. ഓക്കെ, ആൻഡ് A produces 0S or 00, അതൊക്കെ അങ്ങനെ തന്നെ എഴുതി. B produces 1 or A ആണ്. A എന്നുള്ളത് എന്താണ്? 0S or 00. ഈ എന്റെ വാല്യൂ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, C produces 01. കറക്റ്റ്
കറക്റ്റ് അല്ലേ? ഇനി ഇവിടെ നോക്കൂ, യൂണിറ്റ് ഓഫ് എലിമിനേഷൻ ഓഫ് യൂണിറ്റ് പ്രൊഡക്ഷനിൽ ഞാൻ യൂണിറ്റ് പ്രൊഡക്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്തു. ഓക്കെ, പക്ഷെ ഞാൻ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ആസ് സച്ച് എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇതിനെ ഫർദർ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? I can definitely remove this C from here. അല്ലേ? because C reachable അല്ല. 0 Aയും 1 Bയും അത് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ Aനും Bനും കൺസേൺ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. I can remove this 0 1 from here. അല്ലെ? C equal to 0 1 എനിക്ക് റിമൂവ് ചെയ്യാം. അങ്ങനെ എനിക്ക് എന്ത് ചെയ്യാം? കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ ആസ് സച്ച് റെഡ്യൂസ് ചെയ്യാം by eliminating the null productions and the non-reachable state. 1 ഉം 2ഉം സ്റ്റെപ്പ് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു പ്രൊഡക്ഷൻ ഇതും കൂടി എനിക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇത് ഞാൻ 2 സ്റ്റെപ്പിൽ എലിമിനേഷൻ ഓഫ് യൂണിറ്റ് പ്രൊഡക്ഷൻ മാത്രമാണ് ഈ 4 കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ കൂടെ കൂടെ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ഇതിനൊപ്പം റെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്തില്ലേ റിഡക്ഷൻ ഓഫ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ, അതും കൂടി ചെയ്യുമ്പോൾ ഈ C എന്നുള്ളതും റിമൂവ് ആയി പോകും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ യു ഡു ഇറ്റ്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു. Okay, so here is my next question where S produces XY, X produces A, Y produces Z or B, Z produces M, M produces N and N produces A. Okay, ഇതിൽ കുറേ യൂണിറ്റ് പ്രൊഡക്ഷൻസ് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് യൂണിറ്റ് പ്രൊഡക്ഷൻസ്? Y produces Z, ഇതൊരു യൂണിറ്റ് പ്രൊഡക്ഷനാണ് Y. ഓക്കെ, Z produces M produces N. ഈ 3 യൂണിറ്റ് പ്രൊഡക്ഷൻസ് ആണ് അല്ലേ? ഇതിനെ നമുക്ക് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം? നമുക്ക് ഓൾറെഡി അറിയാം ദാറ്റ് N is producing A. അപ്പോൾ നമുക്ക് ഈ N വരുന്നോടത്ത് A വെച്ച് റീപ്ലേസ് ചെയ്തൂടെ അല്ലേ? അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ റൂളിൽ എന്ത് വരും? S produces XY, X produces A, N produces A and M produces A എന്ന് എഴുതാം അല്ലേ? അപ്പോൾ M is producing A, and since N is producing A and M is producing N, you can write M is producing A, right? ഇനി നോക്കൂ, M A പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ Z ഓൾറെഡി A പ്രൊഡ്യൂസ് ചെയ്യില്ല, ബിക്കോസ് Z is producing M അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? Z is producing A എന്ന് കിട്ടി അല്ലേ? Z A പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി Yയും A തരും, because Y is producing Z അല്ലേ? അപ്പോൾ Y is producing A or B എന്ന് നമ്മുടെ എല്ലാ യൂണിറ്റ് പ്രൊഡക്ഷൻസും നമ്മൾ മാറ്റിയില്ലേ? എല്ലാ യൂണിറ്റ് പ്രൊഡക്ഷൻസിനും നമ്മൾ എലിമിനേറ്റ് ചെയ്തില്ലേ? ഇനി ഇതിൽ നോക്കൂ, ഇതിൽ യു ക്യാൻ ഫർദർ റെഡ്യൂസ് ഇറ്റ്. ഇതിപ്പോൾ ഞാൻ യൂണിറ്റ് പ്രൊഡക്ഷൻസ് ഞാൻ പറഞ്ഞു. ഇനി എനിക്ക് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ഫർദർ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇതിൽ നോക്കൂ, നോൺ റീച്ചബിൾ സ്റ്റേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യാം അല്ലേ? S produces XY. അപ്പോൾ ഇത് ഓക്കെ, X ഓക്കെ, Y ഓക്കെ. ഇത് 3ൻ്റെ എനിക്ക് ആവശ്യമില്ലല്ലോ. N, M and Z എനിക്ക് ആവശ്യമില്ല. സോ മൈ റെഡ്യൂസ്ഡ് ഗ്രാമർ വിൽ ഹാവ് S produces XY, X produces A and Y produces A or B. ഇത്രയേ വരുള്ളൂ എൻ്റെ റെഡ്യൂസ്ഡ് ഗ്രാമറിൽ. ബാക്കിയുള്ളതൊക്കെ നോൺ റീച്ചബിൾ ആണ്. ഇറ്റ് ഇസ് നോൺ റീച്ചബിൾ ഫ്രം ദ സ്റ്റാർട്ട് സ്റ്റേറ്റ് S. So after eliminating the unit productions and after eliminating the non-reachable states, this is what I get as the final answer. I hope this is very much clear to you now. Okay, now we will see the elimination of null production. Null production എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പ്രൊഡക്ഷൻ റൂളാണോ നമുക്ക് നള്ള് ഡിറൈവ് ചെയ്യുന്നത് അതിനൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ നോക്കൂ, ഞാൻ ഐ ഹാവ് ഗിവൻ ദ ക്വസ്റ്റ്യൻ ദെയർ. S produces ABC. A produces BC or A. B produces BAC or null. C produces CAB or null. അപ്പോൾ ഇവിടെ നമുക്ക് 2 null പ്രൊഡക്ഷനാണ് വരുന്നത് അല്ലേ? ഒന്ന് B produces nullum, ഒന്ന് C produces nullum അല്ലേ? What are the null productions? So this is my question here. പിന്നെ null production എന്തൊക്കെയാണ്? B produces null വന്നിട്ടുണ്ട് and also C produces null. Okay, ഇത് മാത്രമാണുള്ളത്. ഇവിടെ നോക്കിയാൽ നമുക്ക് A produces BC കിട്ടിയിട്ടുണ്ട് അല്ലേ? വി നോ ദാറ്റ് A produces BC. ഇവിടെ ബിയും സിയും നള്ളാണെങ്കിൽ നമുക്ക് ഇതെന്ത് കിട്ടും? എയും പ്രൊഡ്യൂസേഴ്സ് നള്ള് എന്നുള്ളത് കിട്ടും അല്ലേ? ഇപ്പോൾ A നള്ള് തരുന്നുണ്ട്, B നള്ള് തരുന്നുണ്ട്, C നള്ള് തരുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി S produces ABC ആയതുകൊണ്ട് that will also produce null.
ഇത്രയും നൾ പ്രൊഡക്ഷൻസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട് അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓരോന്നിനും നമ്മൾ നള്ള് കൊടുത്ത് നമ്മൾ സോൾവ് ചെയ്യുക ചെയ്യണത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കൂ, എസ്സിന് നമ്മൾ ആദ്യം എസ്സിൻ്റെ പ്രൊഡക്ഷൻ അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, എസ് പ്രൊഡ്യൂസേഴ്സ് എ ബി സി, നമ്മൾ അത് അതേപോലെ തന്നെ എഴുതി. ഓക്കെ, എ ബി സി. ഓർ ഇനി നമ്മൾ ബിക്ക് നള്ള് കൊടുത്തു, അത് വേണ്ട, എക്ക് തന്നെ നള്ള് കൊടുക്കാം. ഫസ്റ്റ് എ വെച്ചിട്ട് കൊടുക്കാം. എക്ക് നള്ള് കൊടുക്കുമ്പോൾ നമുക്കിവിടെ എ നള്ളാ കിട്ടണമെന്നുള്ളത് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ബി സി ഇസ് ഗിവിങ് നൾ. അപ്പോൾ എ ഇസ് ഗിവിങ് ബി സി അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്താണ്, എയും അവിടെ നള്ളായിട്ടാണ് വരിക അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, എനിക്ക് എന് നള്ള് കൊടുക്കുമ്പോൾ വാട്ട് ഓൾ ഡു ഐ ഗെറ്റ് ദെയർ? എനിക്ക് ബി സി മാത്രം കിട്ടും അല്ലേ. ഐ വിൽ ഗെറ്റ് ജസ്റ്റ് ബി സി. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ എ ബി സി ഓൾറെഡി അങ്ങനെയുള്ളത് ഞാൻ അതേപോലെ തന്നെ എഴുതി വെച്ചു. ബി സി ഓൾസോ ഐ ഹാവ് റിട്ടേൺ. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബിക്ക് നള്ള് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ബിക്ക് നള്ള് കൊടുക്കുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? എ സി കിട്ടും അല്ലേ. ബിക്കോസ് ബി ഇവിടെ നള്ള തരുന്നത്. അപ്പോൾ ബിക്ക് ഞാൻ ഇവിടെ നള്ള് കൊടുക്കുമ്പോൾ, ഇവിടെ ഞാൻ ബിക്ക് നള്ള് കൊടുക്കുമ്പോൾ ഐ ഗെറ്റ് എ സി ദർ അല്ലേ. ഇനി എനിക്ക് എന്തുണ്ട്? സിയും കൂടി ഉണ്ട്. സിക്ക് ഞാൻ നൾ കൊടുത്തു. സിക്ക് ഞാൻ നൾ കൊടുക്കുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? എ ബി കിട്ടും. ഐ ഗെറ്റ് എ ബി. കറക്റ്റ് അല്ലേ? ഞാൻ അവിടെ സിക്ക് നള്ള് കൊടുക്കുമ്പോൾ എനിക്ക് എ ബി കിട്ടും അല്ലേ. ഇനി ഞാൻ എക്കും ബിക്കും നള്ള് കൊടുക്കുകയാണ്. എക്കും ബിക്കും നള്ള് കൊടുക്കുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? ഐ എം ഗിവിങ് ബോത്ത് എ ആൻഡ് ബി ആസ് നൾ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? സി മാത്രം കിട്ടും അല്ലേ. ഇനി ഞാൻ എക്കും സിക്കും നള്ള് കൊടുക്കുകയാണ്. സോ ഐ ഗെറ്റ് ബി എലോൺ. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണേ? ബിക്കും സിക്കും നള്ള് കൊടുക്കുകയാണ്. ബിക്കും സിക്കും നള്ള് കൊടുക്കുമ്പോൾ വാട്ട് ഐ ഗെറ്റ്? ഐ ഗെറ്റ് എ എലോൺ. അപ്പോൾ 1 2 3 4 5 6 7 പ്രൊഡക്ഷൻസ് എനിക്ക് ഇതിന്ന് ഉണ്ടാകുന്നുണ്ട് അല്ലേ. കറക്റ്റ് അല്ലേ? ഇനി ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ്, അപ്പോൾ എൻ്റെ എസ്സിൻ്റെ കാര്യം കഴിഞ്ഞു കേട്ടോ. എസ്സിന്ന് ഞാനപ്പോൾ അത് എഴുതി കഴിഞ്ഞു. ഇനി എ പ്രൊഡ്യൂസേഴ്സ് ബി സി ഓർ എ ആണ്. ഓക്കെ, അപ്പോൾ ബി സി ഓർ എ എന്നുള്ളത് നമ്മൾ അങ്ങനെ തന്നെ എഴുതി വയ്ക്കും. ബി സി ഓർ എ. ഇനി ഞാൻ എന്ത് ചെയ്യും? ബിക്ക് ഞാൻ നള്ള് കൊടുക്കും. ബിക്ക് ഞാൻ നള്ള് കൊടുക്കുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? സി കിട്ടും അല്ലേ. ബിക്ക് ഞാൻ നള്ള് കൊടുക്കുമ്പോൾ സി മാത്രം കിട്ടും. ഇനി സിക്ക് ഞാൻ നള്ള് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? എനിക്ക് ബി മാത്രം കിട്ടും. ഓക്കെ, അപ്പോൾ എൻ്റെയും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എൻ്റെ ബി ആണ്. ബിൻ്റെ പ്രൊഡക്ഷനിൽ എന്താ വരിക? ബി എ സി. നമ്മളൊക്കെ അങ്ങനെ തന്നെ എഴുതാം. ബി എ സി നമ്മൾ അതേപോലെ തന്നെ എഴുതി വെച്ചു. ഇനി ഞാൻ എക്ക് നള്ള് കൊടുക്കുമ്പോൾ വാട്ട് ഡു ഐ ഗെറ്റ്? ഐ ഗെറ്റ് ബി സി അല്ലേ. ബി സി കിട്ടി. ഇനി ഞാൻ സിക്ക് നള്ള് കൊടുത്തു. സിക്ക് നള്ള് കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ബി എ കിട്ടും. ബി എ കിട്ടും. എക്കും സിക്കും ഞാൻ നള്ള് കൊടുക്കും. ബിക്കോസ് എയും സി ഒക്കെ നള്ള് തരുന്നുണ്ട്. അപ്പോൾ എക്കും സിക്കും നള്ള് കൊടുക്കുമ്പോൾ വാട്ട് ഡു ഐ ഗെറ്റ്? ഐ ഗെറ്റ് ബി എലോൺ അല്ലേ. അങ്ങനെ ഞാൻ ഇവിടെ ബി പ്രൊഡ്യൂസേഴ്സ് എപ്സിലോൺ എന്നുള്ളത് ഞാൻ ആ നള്ള് ഞാൻ അവിടെ റിമൂവ് ചെയ്തു. ഓക്കെ, ഇനി സിൻ്റെ ആണ്. സി പ്രൊഡ്യൂസേഴ്സ് സി എ ബി ഞാൻ അങ്ങനെ തന്നെ എഴുതി വെച്ചു. സി എ ബി. ഓർ എക്ക് നള്ള് കൊടുക്കുമ്പോൾ ഐ ഗെറ്റ് സി ബി. ബിക്ക് നള്ള് കൊടുക്കുമ്പോൾ ഐ ഗെറ്റ് സി എ. എക്കും ബിക്കും നള്ള് കൊടുക്കുമ്പോൾ ഐ ഗെറ്റ് ദ സി എലോൺ, ടെർമിനൽ സി എലോൺ. So this is my production after eliminating the null productions. Null production eliminate ചെയ്ത് ഫൈനലി എനിക്ക് കിട്ടുന്ന ഗ്രാമറാണ്, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറാണ് ആ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു. So these are the different ways in which you simplify a context free grammar. അപ്പോൾ ഇവിടെ നമ്മൾ 3 മെത്തേഡാണ് കണ്ടിരിക്കുന്നത്. One is reducing the context free grammar by eliminating the useless symbols and also the non-reachable states അല്ലേ. പിന്നെ സെക്കൻഡ് നമ്മൾ എന്താ കണ്ടത്? എലിമിനേറ്റിംഗ് ദ യൂണിറ്റ് പ്രൊഡക്ഷൻസ് അല്ലേ. ആൻഡ് തേർഡ് വി ഹാവ് സീൻ ദി എലിമിനേഷൻ ഓഫ് നൾ പ്രൊഡക്ഷൻസ്. നള്ള് വരുമ്പോൾ നള്ള് ഓരോന്നിലും കൊടുത്ത് നോക്കുക, എന്നിട്ട് യു വിൽ ഗെറ്റ് റെഡ്യൂസ്ഡ് ഗ്രാമർ. ഓക്കെ, ഇതിൽ നോൺ റീച്ചബിൾ ആയിട്ടുള്ള ഏതെങ്കിലും സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ എനിക്ക് എ ബി സി, എനിക്ക് എസ് പ്രൊഡ്യൂസ് എ ബി സി വരുന്നുണ്ട്. അതുകൊണ്ട് എയും ബിയും സിയും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ ഡി എങ്ങാനും ഇവിടെ എസ്സിൽ ഡി ഡിറൈവ് ചെയ്യുന്നില്ല, പക്ഷെ ഡി ലാസ്റ്റ് വരികയാണെങ്കിൽ ഐ വിൽ എലിമിനേറ്റ് ദറ്റ് ഡി ബിക്കോസ് ദാറ്റ് ഇസ് നോൺ റീച്ചബിൾ ഫ്രം എസ്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യു ഡു ഇറ്റ്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു. ഇനി ഈ പർട്ടിക്കുലർ ഗ്രാമറിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ കണ്ടോ യൂണിറ്റ് പ്രൊഡക്ഷൻസ് വരുന്നുണ്ട്. എ ഗിവ്സ് ബി സിയും എ ഗിവ്സ് ബിയും വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ നൾ പ്രൊഡക്ഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഓരോന്നും റെഡ്യൂസ് ചെയ്യാൻ നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു. ആൻഡ് യു ഷുഡ് അപ്ലൈ ദാറ്റ് ആൻഡ് കം ഇൻ ടു ദ മോസ്റ്റ് സിംപ്ലിഫൈഡ് ഫോം ഓഫ് ദ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. ഇവിടെ നൾ എവിടെയെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ നൾ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി യൂണിറ്റ് പ്രൊഡക്ഷൻസ് നിങ്ങൾ എലിമിനേറ്റ് ചെയ്യണം. എസ് ഗിവ്സ് സി ഉണ്ട്, എസ് ഗിവ്സ് ബി ഉണ്ട്, എസ് ഗിവ്സ് എ ഉണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങളതെല്ലാം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഫോമിലേക്ക് വരിക. അങ്ങനെ ഒരു സെഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ടോപ്പിക് ഇസ് ദാറ്റ്. സോ ഐ ക്യാൻ ടെൽ യു ദാറ്റ്. അതിന് മുമ്പ് നിങ്ങൾക്ക് എന്താണ് ഈ നൾ പ്രൊഡക്ഷൻ എലിമിനേഷൻ, എന്താണ് യൂണിറ്റ് പ്രൊഡക്ഷൻ എലിമിനേഷൻ എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു.